ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്ലം കേക്ക് പീസായിട്ടാണ് കേട്ടോ, ഒരു 120 പീസിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാർജറിനും ഷുഗറൊക്കെ ഒന്ന് അളന്നെടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്കിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ ബേക്കിംഗ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പ്ലം കേക്കിൻ്റെ ഓർഡർ എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്ക് പീസായിട്ട് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് മടിയൊക്കെ ഉണ്ട്. കാരണം കാരഡേറ്റ്സ് കേക്കാണ് എപ്പോഴും നമുക്ക് ഓർഡർ വരാറും ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നതും. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാരഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും പ്ലം കേക്കിൽ നിന്നൊക്കെ പൊതുവേ കുറച്ച് പിന്മാറി പല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവർ ആയിട്ടുള്ള കേക്കുകളൊക്കെയാണ് ഇപ്പോൾ ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്കപ്പോൾ കേക്കിൻ്റെ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇതും ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ വീഡിയോ ഇട്ടേക്കുന്ന കാരണമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാർജറിനും നമ്മുടെ ഷുഗറൊക്കെ നന്നായി ബീറ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരെണ്ണം ആഡ് ചെയ്യാം, നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എഗ്ഗ് എല്ലാം നന്നായിട്ട് ബീറ്റായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എസൻസ് ആഡ് ചെയ്യും. അത് പ്ലം എസൻസ് ഉണ്ട്, പിന്നെ വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേക്കിന് കുറച്ച് കളർ തരാനുള്ള കാരമൽ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾക്ക് കാരമൽ സിറപ്പ് യൂസ് ചെയ്യാം. ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കാരമൽ കളർ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ പ്ലം മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മൈദയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ വെച്ച് ആഡ് ചെയ്യാത്തത് ഇത് മൊത്തം തെറിച്ച് പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ ആദ്യം ഒന്ന് സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റർ എപ്പോഴും നമ്മൾ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം മൈദയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ബാറ്ററൊക്കെ റെഡിയായി ഞാനിവിടെ ടിന്നൊക്കെ ഒന്ന് ഓയിലൊക്കെ വെച്ച് ബ്രഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീസ് കേക്ക് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ സൈഡിലും താഴെ എല്ലാം ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം. അല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിന്നിൽ നിന്ന് വിട്ട് പോരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ ഇല്ലാതെ ആയി പോകും. അങ്ങനെ ഈ ഒരു ടൈമിൽ ഞാൻ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച ഓവനിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പ്ലം കേക്കിനും ക്യാരറ്റ് കേക്കിനും ഒക്കെ കുറച്ച് സമയം കൂടുതൽ വേണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടിന്നൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ച ടൈം കൊണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ള ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇതേപോലെ ടേബിൾ സെറ്റ് 3 വെച്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാപ്റ്റിസം തീം കേക്കും പിന്നെ അതിൻ്റെ കൂടെ കപ്പ് കേക്ക്, പോപ്സ്, സിക്കിൾസ്, ഡോണട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളും ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേക്കിന് വേണ്ട എല്ലാ കേക്കിനും വേണ്ട സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ കേക്കിനും വേണ്ട ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി ഓവനിലേക്ക് വെച്ചിട്ട് അപ്പോൾ ആദ്യം ഒരു 3 ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത 3 അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ കേക്കും പിന്നെ നമ്മുടെ കപ്പ് കേക്കും എല്ലാം ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു, നന്നായി തണുക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് പയ്യെ ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബാപ്റ്റിസം കേക്ക് ഒരു 2 ടയർ കേക്കാണ്. അപ്പോൾ താഴെ ഞാൻ ബേസായിട്ട് 8 ഇഞ്ചും മേലിൽ 6 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. താഴത്തെ ബേസ് എന്ന് പറയുന്നത് തെർമോക്കോളിലാണ് കേട്ടോ ചെയ്യുന്നത്. അവർക്ക് 1 kg വെയിറ്റ് വരുന്ന കേക്ക് മതി, താഴത്തത് തെർമോക്കോളിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തെർമോക്കോളൊക്കെ വാങ്ങിച്ച് ഒന്ന് റാപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നാളെ തന്നെ ഡെലിവറി ചെയ്യാനുള്ള മിൽക്കി നട്ടിൻ്റെ കേക്കാണ് കേട്ടോ. അതൊരു 3/4 കിലോ വെയിറ്റ് വരുന്നത് കാരണം 2 ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ കാഷ്യൂവും ബദാമും അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തായിരുന്നു. ഈ ബാപ്റ്റിസം നമ്മുടെ കസിൻ്റെ തന്നെ ആയത് കാരണം ഫംഗ്ഷന് നമുക്ക് ഉള്ളത് കാരണമാണ് കേട്ടോ ഈ കേക്കും നേരത്തെ തന്നെയൊക്കെ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. കാരണം വന്നു കഴിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്രീം ഒരുവിധമൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ പിന്നെ അടുത്തൊരു പാക്കറ്റ് ക്രീമൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇനിയുള്ള കേക്കൊക്കെ ക്രം കോട്ട് ചെയ്യാനായിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട്
നമ്മുടെ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ 6 ഇഞ്ചിൽ ബേക്ക് ചെയ്ത കേക്ക് ഞാനിവിടെ ഒരു 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ അത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ തെർമോക്കോളും ഞാൻ ഇതേപോലെ നമ്മുടെ ക്ലീൻ റാപ്പ് വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ബേസിൽ ഇതേപോലെ 2 സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് വെക്കാനായിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് മൊത്തം ഡാമേജ് ആയി പോകും. അപ്പോൾ ഈ ഒരു കേക്കിന് ഒരു പീച്ച് ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് റെഡ് കളറും പിന്നെ കുറച്ച് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പീച്ച് കളർ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതേ കേക്കൊന്ന് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴേക്കും ഇങ്ങനെ നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് പയ്യെ വെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബേസിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസ് അനങ്ങാതെ നന്നായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കേക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ നനച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡോണറ്റിനകത്തും പിന്നെ പോപ്സും സിക്കിൾസിലും എല്ലാം കുറച്ച് ഫോണ്ടൻ്റ് വർക്ക്സ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ കേക്കിനകത്ത് ഒരു ഏഞ്ചലിനെയും കൂടി വെക്കാനുണ്ട് കേട്ടോ. ഏഞ്ചലിനെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി വർക്കുകളെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഞാനപ്പോൾ ഫോണ്ടൻ്റ് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ആട്ടി ഈ ടൂൾസും അതേപോലെ തന്നെ കോൺഫ്ലവറും എല്ലാവരും ഇതേപോലെ ഇങ്ങനെ വലിച്ചു വരിക പോലെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ടൂൾസുകളാണ് എങ്ങനത്തെ മോൾഡുകളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും ലീഫ് ഉണ്ടാക്കാനും അതേപോലെ ഏഞ്ചലിൻ്റെ വിങ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത സിലിക്കൺ മോൾഡാണിത്. ഇതിങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ബേക്കിംഗ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതെല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കി വാങ്ങിക്കാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു വൃത്തിയാക്കി. ഡോണറ്റിന് വേണ്ട ഡോ ഒന്ന് ഞാൻ കുഴച്ച് മിക്സ് ചെയ്ത് ഫെർമെൻ്റ് ആവാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫെർമെൻ്റായി വന്നപ്പോഴേക്കും ഒന്ന് നമ്മൾ ചപ്പാത്തിക്കോലൊക്കെ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ചപ്പാത്തി പരത്തുന്ന അത്രയും തിന്നായിട്ടൊന്നും പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ മിൽക്കി നട്ടിൻ്റെ ആ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി എന്നോട് കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ സൈഡിലും മേളിലും ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗനാഷ് ഒന്ന് കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ആ ടൈമിൽ നമ്മുടെ ബാപ്റ്റിസം കേക്കിൻ്റെ മേളിൽ തെർമോക്കോളിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇതേപോലെ ഫുള്ള് പീച്ച് കളറല്ല, വൈറ്റും പീച്ചും മിക്സ് ആയിട്ടുള്ള കളറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഫുള്ളൊന്ന് വൈറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ നേരത്തെ ചെയ്ത പീച്ച് കളറിൻ്റെ ബാലൻസ് ഒന്ന് അവിടെ ഇവിടേക്ക് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതും ഒന്ന് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ മിൽക്കി നട്ടിൻ്റെ കേക്ക് ഒന്ന് ഫൈനൽ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ താഴെയും മേളിലും ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ പേരെഴുതാനും പിന്നെ കുറച്ച് ഷുഗർ ബീറ്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം 2 ടയർ കേക്ക് ആയത് കാരണം കുറച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം നേരം വെക്കണം. അപ്പോൾ താഴെ ഇതേപോലെ ചെറിയൊരു ഡിസൈൻ മോഡലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസൈൻ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ചെയ്യാനായിരുന്നു. നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യാൻ. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും അതേപോലെ ലീവ്സും വരക്കാനുണ്ടായിട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുമ്പോൾ തന്നെ കുറച്ച് ഡെക്കറേഷൻ ഫ്ലവേഴ്സ് അതുപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് മേളിലേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിപാടി എപ്പോൾ ചെയ്താലും ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, ഇത്രയും നാളായിട്ടും ആ ടെൻഷൻ അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നണം എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരാറുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ പോപ്സും സിക്കിൾസും അതേപോലെ ഡോണട്ട്സും എല്ലാം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ ഇതേപോലെ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഹാമറിൻ്റെ സെറ്റാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് നെറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതേ നമ്മുടെ പ്ലം കേക്ക് ഇപ്രാവശ്യം ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കാരണം ഒന്നിനും സമയം കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി നമ്മുടെ കേക്കിൻ്റെ മെയിൻ കേക്കിൻ്റെ
പരിപാടികൾ ഇത്രയും ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇതിൽ വെക്കാനുള്ള ഏഞ്ചൽസ് ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് വെക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഒരു ടോപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പേര് ലൂക്ക എന്നാണ്, ലൂക്ക ജോർജ് എന്നാണ്. അപ്പോൾ ലൂക്കാസ് ബാപ്റ്റിസം എന്നുള്ളൊരു ടോപ്പർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റം ചെയ്ത് ടോപ്പറും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പോയി അവിടെ ചെന്നിട്ടാണ് ഇനി ഇതിൻ്റെ മേലിൽ നമ്മൾ ഏഞ്ചലിനെയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫംഗ്ഷൻ നമുക്കും കൂടെ ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ചെന്നിട്ട് കാര്യമില്ല, കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ അത് കാരണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദൂരവുമുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നേരത്തെ പാക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ കപ്പ് കേക്കിന് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലിൽ കുറച്ച് കുരിശൊക്കെ വെക്കാനുള്ളത് കാരണം വേറെ ഡിസൈനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ മേലിലേക്ക് ടോപ്പേഴ്സ് കുത്തി കൊടുക്കാനുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം കാറിലേക്ക് കയറ്റി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചാളത്താണ് കേട്ടോ, അവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഏകദേശം എത്താറായി. 12:30-ക്കാണ് നമ്മുടെ പള്ളിയിലത്തെ പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയായാലും ഹോളിലേക്ക് വരുമ്പോൾ ഒരു മണിയൊക്കെ ആവും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ കസിൻസൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കലും എല്ലാം കൂടി ആയത് കാരണം ഫുൾ കവർ ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഏഞ്ചലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോനകത്ത് മേക്കിംഗ് വീഡിയോ അത് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടാണ് ഏഞ്ചലിനെ കേക്കിൻ്റെ മേളിലേക്ക് സെറ്റ് ചെയ്തത് കേട്ടോ. ഞാനപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡോണറ്റ് സ്റ്റാൻഡൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. കാരണം ഇതിന് മുന്നേ നമ്മൾ വൈറ്റ് കളറിലെ ട്രെയിലൊക്കെയാണ് ഡോണറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കപ്പ് കേക്ക് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ 1-2 ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ സെറ്റിൻ്റെ ഫോട്ടോനകത്ത് ഡോണറ്റ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ എടുത്തായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റാൻഡൊക്കെ എല്ലാത്തിനും സ്റ്റാൻഡൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസും അതേപോലെ കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ അയക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസും വ്ളോഗും എല്ലാം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. ബൈ.